السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെയായി നമ്മൾ വിശദീകരിച്ചത്. 4, 5, 6 സൂക്തങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. ഈ ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിന്റെ നേരെ മക്കായിലുണ്ടായിരുന്ന നിഷേധികളും ബഹുദൈവ വിശ്വാസികളുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ നേരെ ഉതിർത്ത ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന കൃത്യമായ പ്രതിപാദനങ്ങളാണ് നമുക്ക് കേൾക്കുവാനുള്ളത്. അല്ലാഹു തആല പറയാണ്, വഖാലല്ലദീന കഫറു, അവിശ്വസിച്ചവർ പറയുകയുണ്ടായി. സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ, ഇൻ ഹാദാ ഇതല്ല, ഇല്ലാ ഇഫ്കുൻ, നുണയല്ലാതെ മറ്റൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മക്കയിലുണ്ടായിരുന്ന നിഷേധികളായ കാഫിറുകളായ ആളുകൾ പറഞ്ഞ കാര്യമാണ് അല്ലാഹു പറയുന്നത്. ഇൻ ഹാദാ ഇതല്ല, ഇല്ലാ ഇഫ്കുൻ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ നുണ, കളവ്, വ്യാജം എന്നൊക്കെയാണ് അർത്ഥം. ധാരാളമായി കള്ളം പറയുന്ന, നുണ പറയുന്ന, വ്യാജം പറയുന്നയാളെ അഫാഖ് എന്നാണ് പറയുക. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ആ പദം കാണുവാൻ സാധിക്കും. അപ്പോൾ ഇഫ്ക് എന്ന് പറഞ്ഞാൽ നുണ, കളവ് എന്നൊക്കെയാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മക്കയിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഇൻ ഹാദാ ഇതല്ല, ഇല്ലാ ഇഫ്കുൻ, നുണയല്ലാതെ മറ്റൊന്നുമല്ല. ഇഫ്തറാഹു, അവനത് കെട്ടിയുണ്ടാക്കിയിരിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവര് പറഞ്ഞതാണ്, ഇത് മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയിരിക്കുകയാണ്. ഇഫ്തറ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചുണ്ടാക്കി, കെട്ടിയുണ്ടാക്കി എന്നൊക്കെയാണ് അർത്ഥം. ഒറ്റക്കല്ല, വഅആനഹു അലൈഹി, ആ കാര്യത്തിന് അവനെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു. അആന, സഹായിച്ചു. വഅആനഹു അലൈഹി, ഈ കാര്യത്തിൽ അവനെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു. ഖൗമുൻ ആഖറൂന, മറ്റ് ചില ജനങ്ങൾ. അപ്പൊ വേറെ ചില ജനങ്ങളുടെ സഹായവും കൂടി ഈ വിഷയത്തിൽ മുഹമ്മദിനുണ്ടായിട്ടുണ്ട്
എന്നവര് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അള്ളാഹു അധികമൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം ഒരു മറുപടിയും അർഹിക്കാത്ത, കേവലം ഒരു വെറും വാക്കായിട്ട് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കൂട്ടത്തിലുള്ള ചില പുലമ്പലുകൾ മാത്രമായിട്ടേ അള്ളാഹു അതിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫഖദ് ജാഊ ളുൽമൻ വസൂറാ. ഫഖദ് ജാഊ, തീർച്ചയായും അവർ വന്നിരിക്കുകയാണ്. ളുൽമൻ, അക്രമവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. വസൂറാ, വ്യാജവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ ഈ വാക്കുകൾ, അവരുടെ ഈ ജൽപ്പനം കേവലം അക്രമമാണ്, അത് കളവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മാത്രമല്ല അവർ പറഞ്ഞു, വഖാലൂ അസാതീറുൽ അവ്വലീന ഇക്തതബഹാ ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസീലാ. വഖാലൂ, അവർ പറയുകയും ചെയ്തു, അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ പൂർവീകരുടെ ഐതിഹ്യങ്ങളാണ്. മുഹമ്മദ് ഈ ഓതി കേൾപ്പിച്ചു തരുന്നതൊക്കെ പൂർവീകരുടെ ഐതിഹ്യങ്ങളാണ്. ഉസ്തൂറത്ത് എന്ന് പറയും അറബിയിൽ. ഉസ്തൂറ അതിന്റെ ബഹുവചനമാണ് അസാതീർ. ഇപ്പൊ പൂർവീകരുടെ ഐതിഹ്യങ്ങളാണ്. മാത്രമല്ല ആ ഐതിഹ്യങ്ങളൊക്കെ അവനത് എഴുതിച്ചെടുത്തിരിക്കുകയാണ്. അഥവാ മുഹമ്മദ് മറ്റുള്ളവരോട് പകർപ്പെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ ആ പകർപ്പെടുത്തത് ഫഹിയ, എന്നിട്ട് അത് തുംലാ അലൈഹി, അവനിങ്ങനെ വായിച്ച് കേൾപ്പിക്കപ്പെടുന്നുണ്ട്. മുഹമ്മദിന് ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോ? ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവും. ബുക്റ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്, അസീൽ എന്ന് പറഞ്ഞാൽ പ്രദോഷമാണ്. ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവുമൊക്കെ അവനത് വായിച്ച് കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണിപ്പോ അറേബ്യൻ മുശ്രിക്കുകൾ, മക്കായിലുണ്ടായിരുന്ന സത്യനിഷേധികളായ ആളുകൾ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അവര് പറഞ്ഞത്. എന്നാൽ അല്ലാഹു മറുപടി പറയുകയാണ്, ഖുൽ അൻസലഹുല്ലദീ യഅലമുസ് സിർറ ഫിസ്സമാവാതി വൽ അർദ് ഇന്നഹു കാന ഗഫൂറർ റഹീമാ. നേരത്തെ പറഞ്ഞ ആയത്തിൽ വഖാലു അസാതീറുൽ അവ്വലീന ഇക്തതബഹ ചേർത്ത് വായിക്കുമ്പോ അസാതീറുൽ അവ്വലീന ഇക്തതബഹ, അലിഫ് സൈലന്റ് ആകും. അലിഫിന്റെ ശബ്ദം അവിടെ കേൾക്കൂല. അപ്പൊ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഖാലു അസാതീറുൽ അവ്വലീന ഇക്തതബഹ, അവ്വലീന ഇക്തതബഹ എന്ന് വായിക്കൂല. വഖാലു അസാതീറുൽ അവ്വലീന ഇക്തതബഹ, അലിഫ് സൈലന്റ് ആകും. പിന്നെയോ ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസീലാ, ഫഹിയ എന്നിട്ട് അത് തുംലാ അലൈഹി, അവന്റെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുകയാണ്, വായിച്ച് കേൾപ്പിക്കപ്പെടുകയാണ്. അംലാ യുംലി, ഇംലാ, ഇംലാ കേൾപ്പിക്കപ്പെടുക, വായിച്ച് കേൾപ്പിക്കപ്പെടുക. അങ്ങനെ രാവിലെ വൈകുന്നേരമൊക്കെ എവിടുന്നോ കോപ്പി എടുത്ത് വെച്ചത് മുഹമ്മദിന് ആരൊക്കെയോ രാവിലെയും വൈകുന്നേരം അങ്ങനെ വായിച്ച് കേൾപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ഈ ഒരു രചനയായിട്ട് ഖുർആൻ എന്ന നിലക്ക് നമ്മളോട് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു തരുന്നത്, പാരായണം ചെയ്ത് ഉരുവിട്ട് തരുന്നത് എന്നാണ് അറേബ്യൻ കാഫിറുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടിയാണ് അല്ലാഹു തആല വീണ്ടും പറയുന്നത്, ഖുൽ അൻസലഹുല്ലദീ യഅലമുസ് സിർറ ഫിസ്സമാവാതി വൽ അർദ് ഇന്നഹു കാന ഗഫൂറർ റഹീമാ. ഓ നബിയെ പറയൂ, അൻസലഹു, അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? അല്ലദീ യഅലമുസ് സിർറ, രഹസ്യങ്ങളെല്ലാം അറിയുന്നവനായ അല്ലാഹുവാണ്.
അല്ലദീ അങ്ങനെയുള്ളവനാണ് യഅലമു അവൻ അറിയുന്നു അസ്സിറ രഹസ്യത്തെ അറിയുന്നു ഫിസ്സമാവാതി ആകാശങ്ങളിലുള്ള വല്ലർളി ഭൂമിയിലെയും പരസ്യങ്ങൾ മാത്രമല്ല ആകാശഭൂമിക്കകത്തുള്ള രഹസ്യങ്ങളെ പോലും വളരെ നന്നായി അറിയാവുന്ന എല്ലാ ദൃശ്യാദൃശ്യങ്ങളും ഒരുപോലെ അറിയാവുന്ന ആലിമുൽ ഗൈബി വശഹാദ ദൃശ്യങ്ങളും അദൃശ്യങ്ങളും ഒരുപോലെ അറിയാവുന്ന എല്ലാം അറിയാവുന്ന അല്ലാഹു അവതരിപ്പിച്ചതത്രേ ഈ ഗ്രന്ഥം. ഇന്നഹു കാന ഗഫൂറർ റഹീമാ. എന്നിട്ടും അല്ലാഹു പറയുന്നത് ശ്രദ്ധിക്കുക, ഇന്നഹു നിശ്ചയമായും അവൻ കാന ഗഫൂറർ റഹീമാ. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. സഹോദരങ്ങളെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അപ്പൊ ഈ 3 ആയത്തുകളിലൂടെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടെ ഒരു കാര്യം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, സൂക്തങ്ങൾ അവിടുത്തേക്ക് അവതരിപ്പിക്കുന്നത് മക്കായിലുണ്ടായിരുന്ന ജനങ്ങളെ ഓതി കേൾപ്പിച്ചപ്പോൾ അവര് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പലവരും ആലോചിച്ചു, എന്ത് പറയണം മുഹമ്മദിനെ കുറിച്ച്, എന്താണ് മുഹമ്മദിന്റെ ഈ പാരായണത്തെക്കുറിച്ച്, ഗ്രന്ഥത്തെക്കുറിച്ച് പറയേണ്ടത്. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവര് ധാരാളമായി ചിന്തിച്ച്, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം അവരീ പറയുന്നത് കളവാണെന്ന് അവർക്ക് തന്നെയും അറിയാം. ഞങ്ങൾ മുഹമ്മദിന്റെ പേരിൽ ഈ പറയാൻ പോകുന്നത് കളവാണ് എന്നവർക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഇൻഹാദാ ഇതല്ല, ഇത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഈ പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇത് ദൈവത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതോ അള്ളാഹുവിങ്കൽ നിന്ന് വഹീ കിട്ടുന്നതോ ഒന്നുമല്ല. പിന്നെയോ ഇത് ഇഫ്കുൻ, ഇത് കള്ളം പറയാണ് മുഹമ്മദ്. ഇഫ്കുൻ, കളവാണ് ഈ പറയുന്നതൊക്കെ, ഇത് കളവല്ലാതെ മറ്റൊന്നല്ല. ഇഫ്തറാഹു, അവനത് കെട്ടിച്ചമച്ചതാണ്. ഇഫ്തറാഹു, അവനത് കെട്ടിച്ചമച്ചിരിക്കുന്നു. ഇഫ്തറാ യഫ്തരി, വിശുദ്ധ ഖുർആനിൽ ധാരാളം ആ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവരെ ആക്ഷേപിക്കുന്ന സൂക്തമാണത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവരെ കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവരൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ കണ്ടോ, ഇഫ്തറാ യഫ്തരി എന്നൊക്കെയുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ ഇഫ്തറാഹു, ഈ കാഫിറുകൾ, നിഷേധികൾ പറഞ്ഞു ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, മുഹമ്മദിന്റെ സ്വന്തം വകയൊന്നുമല്ല, മുഹമ്മദിനെ കൊണ്ട് ഒറ്റക്കതിന് പറ്റൂല. വഅആനഹു അലൈഹി, ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ മുഹമ്മദിനെ സഹായിച്ചിട്ടുമുണ്ട് ഖൗമുൻ ആഖറൂൻ, വേറെ ചില ആളുകളും, വേറെ ചില ജനങ്ങളുടെയും സഹായം മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ അവരുടെ ആക്ഷേപം. അള്ളാഹു പറയാണ് ഫഖദ് ജാഊ ളുൽമൻ വസൂറാ, അവര് വന്നിട്ടുള്ളത് ഇപ്പൊ എന്തും കൊണ്ടാണ്? ഒരൊറ്റ വാക്കിൽ മറുപടി, ളുൽമാണ് ഈ പറഞ്ഞത്, കടുത്ത അക്രമം, വസൂറ, വമ്പിച്ച കള്ളമാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രല്ല അവര് പിന്നെയും പറഞ്ഞില്ലേ, ഇത് മുഹമ്മദ് കെട്ടുകഥകൾ പറയാണ്. അസാതീറുൽ അവ്വലീൻ, അസാതീറുൽ അവ്വലീൻ, കേട്ടോ, പൂർവീകന്മാരുടെ കെട്ടുകഥകളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഉസ്തൂറത്തു എന്ന് പറഞ്ഞ കെട്ടുകഥ, ഐതിഹ്യങ്ങള്, അൽ അവ്വലീൻ എന്ന് പറഞ്ഞ പുൻഗാമികള്. അപ്പൊ പൂർവീകരുടെ കെട്ടുകഥകളാണിത് എന്നാണ് അവര് പറഞ്ഞത്. ഈ കിത്തതബഹ, ആ കെട്ടുകഥകൾ മുഹമ്മദ് ആരെ കൊണ്ടൊക്കെയോ പകർപ്പെടുത്ത് വെച്ചിരിക്കുകയാണ്, എഴുതിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈ കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, ഈ കിത്തതബ എന്ന് പറഞ്ഞാൽ എഴുതിപ്പിച്ചെടുത്തു. അങ്ങനെ എഴുതിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫഹിയ, അതെന്ത് ചെയ്യാണ്? അങ്ങനെ അത് തുംലാ അലൈഹി, തുംലാ അലൈഹി, അവനത് വായിച്ച് കേൾപ്പിക്കപ്പെടുന്നുമുണ്ട്. ബുക്റതൻ, പ്രഭാതത്തിലും അഥവാ രാവിലെയും, വഅസീല, വൈകുന്നേരവും. എത്ര കടുത്ത കള്ളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ഈ പറയുന്നത്. അത് പറയുന്ന അവരുടെ നാവ്, അവർക്ക് പോലും അത് ഉറപ്പാണ്, ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയുന്നതൊക്കെ കളവാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. എന്താ കാരണം?
എന്താ കാരണം സഹോദരങ്ങളെ? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ പ്രവാചകൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു മറുനാട്ടിൽ നിന്ന് കടന്നു വന്ന വിദേശിയല്ല. അവരുടെ കൂട്ടത്തിൽ ഒരുവനായി, അവരിൽ ഒരാളായി ജനിച്ചയാളാണ്. അവർക്കറിയാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാണ്, ഏത് ഗോത്രത്തിൽ, ഏത് വീട്ടിൽ, എവിടെയാണ് പിറന്നത് എന്ന് അവർക്കറിയാം. ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ സംബന്ധിച്ചവർക്ക് നന്നായി അറിയാം. ഒരു കള്ളം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഇന്ന് വരെ വന്നിട്ടില്ല എന്ന് അവര് തന്നെയും സാക്ഷ്യം വഹിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ഈ ആദർശത്തിന്റെ പ്രഖ്യാപനം നടത്തുന്ന നിമിഷം വരേക്കും ഇതേ ആരോപണം ഉന്നയിച്ച കള്ളം പറയുകയാണ്, മുഹമ്മദ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ ആരോപിച്ച അറേബ്യൻ ജനത ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ 40-ാമത്തെ വയസ്സിന് ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നതിന്റെ ഇടക്ക് ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അവിടുത്തെ പേരിൽ അദ്ദേഹം ഒരു കളവ് പറയുന്നയാളാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവരൊക്കെ പേര് കൊടുത്തതെന്താ? അൽ-അമീൻ. അൽ-അമീൻ എന്നാണ് വിളിച്ചത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ സവിസ്തരം അത് പറയുന്നുണ്ട്. ഹത്താ ഇന്നഹും ലം യകൂനു യുസമ്മൂനഹു ഫീ സിഗരിഹി ഇലാ അൻ ബഅസ ഇലാ അൻ ബുഇസ ഇല്ലൽ അമീൻ. അൽ-അമീൻ എന്നല്ലാതെ അവിടുത്തേക്ക് നബുവത്ത് ലഭിക്കപ്പെടുന്ന നിമിഷം വരെയും അവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല, പേര് വിളിച്ചിട്ടില്ല. ലിമാ യഅലമൂന മിൻ സിദ്ഖിഹി വ ബിർരിഹി, അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ സൽഗുണ നിലവാരങ്ങളുമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ടറിയാം. അവർക്കിടയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ്, അദ്ദേഹത്തിന് എഴുതാൻ പോലും അറിയില്ല, വായിക്കാൻ പോലും അറിയില്ല, അതൊക്കെ അവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100% ഒരു നിരക്ഷരനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അവിടുത്തേക്കുള്ള ഒരു അയോഗ്യതയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ വിശേഷിപ്പിച്ചത് തന്നെ ഉമ്മിയായ പ്രവാചകൻ എന്നാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യഖറഉ വലാ യക്തുബു, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. സ്വന്തം പേരെഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയൂല. സമ്പൂർണ്ണ നിരക്ഷരനായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തിനാണെന്നറിയോ? അങ്ങനത്തെ ഒരു നിരക്ഷരനായ ഒരു പ്രവാചകനാണ് 40-ാമത്തെ വയസ്സിൽ അറേബ്യൻ ജനതയെ മുഴുവൻ ഞെട്ടിക്കുന്ന വമ്പിച്ച അറബി സാഹിത്യത്തിന്റെ വാചകങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. അവരന്തം വിട്ടുപോയി. ഏത് ജനതയുടെ മുമ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ അത്ഭുതകരങ്ങളായ അതിന്റെ വചനങ്ങളുടെ ഭംഗിയിലും ആശയങ്ങളുടെ ഗാംഭീര്യതയും അതിന്റെ പദപ്രയോഗങ്ങളുടെ ചടുലതയും ഗാംഭീര്യവും ഒക്കെ അത്യന്തം അത്ഭുതകരമാണ്. മുഅ്ജിസത്താണല്ലോ പരിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യനോ ജിന്നിനോ ഇതിൽ നിന്ന് ഒരു അധ്യായം, ഒരായത്തെങ്കിലും ഇതുപോലെ കൊണ്ടുവരാൻ സാധ്യമാണോ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചത് എത്ര സ്ഥലത്താണ്? ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി ഫദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. സൂറത്തുൽ ബഖറയുടെ പ്രാരംഭത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധ്യമാണല്ലോ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് സംശയമാണോ ഇത് മുഹമ്മദ് ഉണ്ടാക്കിയതാണെന്നല്ലേ, ആരൊക്കെയോ ഹെൽപ്പോട് കൂടെ ഉണ്ടാക്കിയതാണെന്നല്ലേ നിങ്ങളുടെ വാദം, എങ്കിൽ ഇതിന് തുല്യമായ മുഴുവനും വേണ്ട ഒരു അധ്യായമെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാനാകുമോ? അല്ലാഹു ഒഴികെയുള്ള ആരെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ സഹായത്തിന് വിളിച്ചോളൂ. കാരണം ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ മുഹമ്മദ് ആരെടുത്തു നിന്നൊക്കെയോ കേട്ട് പഠിച്ചതാണ്, ആരൊക്കെയോ രാവിലെയും വൈകുന്നേരവും ഒക്കെ മൂപ്പരിക്കത് ഓതിക്കൊടുക്കുന്നുണ്ട്, എവിടുന്നൊക്കെയോ കേട്ട് പഠിച്ചതാണ്. എങ്കിൽ അവരൊക്കെ വിളിച്ചോ, ആ പറയുന്ന ഉസ്താദുമാരെ ഒക്കെ വിളിച്ചോ. എവിടുന്നൊക്കെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യത്വം സ്വീകരിച്ചത് എന്നാണോ നിങ്ങളുടെ വാദം?
അവരെയൊക്കെ വിളിച്ചുകൂട്ടിക്കോ സഹായികളായിട്ട്, എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊണ്ടുപോവാ. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സാധ്യമല്ല മക്കളെ, നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ കൊണ്ട് കഴിയൂല. ഇനിയും വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, ഖുൽ ഇൻ ജതമഅത്തിൽ ഇൻസു വൽ ജിന്ന് അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ ഖുൽ ഇൻ ജതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 83-ാമത്തെ സൂക്തം. അല്ലാഹു തആല വെല്ലുവിളിക്കുകയാണ്, നബി തങ്ങളോട് പറയാണ്, ഖുൽ, പ്രവാചകരെ പ്രഖ്യാപിക്ക്, ലഇൻ ജതമഅത്തിൽ ഇൻസു വൽ ജിന്ന്, മനുഷ്യഭൂതവർഗങ്ങളെ മുഴുവനും കൂടി ഒരുമിച്ച് കൂടിയാലും എന്തിന്? അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ അവരൊക്കെ കൂടി ഒരുമിച്ച് കൂടിയാലും ലാ യഅ്തൂന ബിമിസ്ലിഹി, തുല്യമായതൊന്ന് കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റില്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ, അവരിൽ ചിലർക്ക് സഹായികളായി വന്നാലും ശരി, അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയാൽ പോലും കൊണ്ടുവരാൻ കഴിയൂല. കാരണം എന്താ അറിയോ? ഈ വെല്ലുവിളി നേറ്റെടുക്കാൻ ആർക്കാന്ന് സാധിക്കാം? അറേബ്യൻ ജനതയ്ക്ക് സാധിച്ചോ? ഒരുപാട് ആളുകൾ ശ്രമിച്ചല്ലോ. വിശുദ്ധ ഖുർആനിലെ പോലെ ഒരു കൊച്ചു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി അവര് പരിശ്രമിച്ചു. പരിഹാസ്യരായി കൊണ്ട് പിൻവലിയുകയല്ലേ ചെയ്തത്. കള്ളപ്രവാചകനായി രംഗത്ത് വന്ന മുസൈലിമത്തുൽ കദ്ദാബ് വരെ ശ്രമിച്ചു നോക്കി, സാധിച്ചിട്ടില്ല. ഒരാളെ കൊണ്ടും സാധ്യമല്ല. ആ വെല്ലുവിളി സാർവകാലികമാണ്. അതിങ്ങനെ ഇന്നും നിലനിൽക്കുകയാണ്. ആർക്കൊക്കെ എന്തൊക്കെ രൂപത്തിലുള്ള ദുഷിച്ച വാക്കുകൾ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ആരൊക്കെ വെറുതെ പുലമ്പിയാലും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ? ഇത് തികച്ചും ദൈവീക ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർക്ക് തന്നെ അറിയാം ഇവർ ഈ പറയുന്നത് പൊട്ടത്തരാണ്. കാരണം എത്രത്തോളം അമാനത്ത് കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കള്ളം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടി പ്രവാചകനൊക്കെ ആയതിന്റെ ശേഷം പോലും മറുനാട്ടിലെത്തിയ അബൂ സുഫിയാൻ, അന്ന് അദ്ദേഹം മുശ്രിക്കാണ്, ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. മറ്റൊരു രാജ്യത്തെ രാജാവ് വിളിച്ചുകൂട്ടിയിട്ട് അബൂ സുഫിയാനോട് ചോദിച്ചറിഞ്ഞു, എന്താണ് നിങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ദൂതന്റെ വിശേഷണങ്ങൾ എന്താണ്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ മറുനാട്ടിൽ പോയിട്ട് കിട്ടുന്ന അവസരത്തിലെങ്കിലും അബൂ സുഫിയാൻ പറഞ്ഞു, മുഹമ്മദ് കള്ളം പറയുന്നയാളാണെന്ന്. മുഹമ്മദ് നിങ്ങൾക്കിടയിൽ കള്ളം പറയാറുണ്ടോ എന്ന രാജാവിന്റെ ചോദ്യത്തിന്, ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹം കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല എന്നല്ലേ. അവിടെ പോയിട്ട് പോലും അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ പോലും പറഞ്ഞത്. എന്താ കാരണം എന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വം അത്രത്തോളം നിർമ്മലമായിരുന്നു. നബുവത്തിന്റെ ശേഷവും നബുവത്തിന്റെ മുമ്പും അവിടുന്ന് ഒരു കള്ളം പറഞ്ഞിട്ടില്ല. അല്ലമീൻ എന്നാണ് അവർ വിളിച്ചത്, സത്യസന്ധൻ എന്നാണ് വിളിച്ചത്. എല്ലാവർക്കും കണ്ണിലുണ്ണിയായിട്ടാണ് വളർന്നത്. എല്ലാവരും സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു. അവർക്കിടയിൽ പോലും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നല്ല വിശ്വസ്തനായ മധ്യസ്ഥനായിക്കൊണ്ട് അവര് പോലും തെരഞ്ഞെടുത്തിരുന്നത് മഹാനായി ഈ പ്രവാചകനെയാണ്. അങ്ങനത്തെ പ്രവാചകനെയാണ് നബുവത്തും കിട്ടിയിട്ട് അവർക്കിടയിലേക്ക് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശ പ്രഖ്യാപനവും വിശുദ്ധ ഖുർആനിന്റെ ഗൗരവമാർന്ന വചനങ്ങളുമൊക്കെ ഓതിക്കേൽപ്പിച്ചപ്പോ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറയണ്ടേ വെച്ചിട്ട് അവിശ്വാസികൾ പറഞ്ഞതാണെന്ത്? ഒരു പലതും ആലോചിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താ പറയേണ്ടത്? ചിലപ്പോ അവര് പറയും മുഹമ്മദ് ഒരു സാഹിറാണ്, ഒരു മാരണക്കാരനാണ് എന്ന് പറയും. ചിലപ്പോ പറയും ഒരു ഷായിറാണ്, എന്തൊക്കെയോ കവിതയും പാട്ടും പാടി നടക്കുന്ന ഒരു പാട്ടുകാരനാന്ന് പറയും. ചിലപ്പോ അവര് പറയും മജ്നൂൻ, തലക്ക് വെളിവില്ല എന്ന് പറയും. ചിലപ്പോ പറയും കദ്ദാബ്, കള്ളം പറയുന്നയാളാണെന്ന് പറയും. ഇതൊക്കെ എപ്പോഴാ? നബുവത്ത് കിട്ടിയതിന്റെ ശേഷം. അതിന് മുമ്പോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ വിശുദ്ധമായ ആദർശത്തോടും വിശുദ്ധ ഖുർആനിനോടും ഉള്ള പക കൊണ്ട് മാത്രമാണ് അവർ സംസാരിച്ചത്. അല്ലാതെ ഒരു തെളിവും അവർക്കില്ല.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ എന്തൊക്കെയാ അതിൽ പറയുന്നത്? ഇൻഹാദാ, ഈ ഗ്രന്ഥമല്ല, ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു, അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കളവല്ലാതെ മറ്റൊന്നുമല്ല. വഅആനഹു അലൈഹി, അദ്ദേഹത്തെ ഇതിന്റെ പേരിൽ സഹായിച്ചിട്ടുമുണ്ട്. ഖൗമുൻ ആഖറൂൻ, മറ്റു ചില ആളുകൾ സഹായിച്ചിട്ടുമുണ്ട്. എന്താ അവരാ പറയുന്നതിന്റെ ഉദ്ദേശം എന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയത്ത് മക്കയിൽ അവിടുന്ന് വയുശീറൂന ഇലാ റജുലിൻ അഅ്ജമിയിൻ, അവരിതിലൂടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൻ നഹ്ലിലെ 103-ാമത്തെ ആയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് കേൾക്കണം. എന്താ സൂറത്തുൻ നഹ്ലിൽ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്? ഇതുപോലെ അവർ സമാനമായ ഒരു ആരോപണം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയാണ്. വലഖദ് നഅലമു അന്നഹും യഖൂലൂൻ ഇന്നമാ യുഅല്ലിമുഹു ബശർ ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി അഅ്ജമിയ്യ വഹാദാ അറബിയ്യും മുബീൻ. വലഖദ് നഅലമു, അല്ലാഹു പറയാണ് തീർച്ചയായും നമുക്കറിയാം. അല്ലാഹു പറയാണ് നമുക്കറിയാം. അന്നഹും യഖൂലൂന, തീർച്ചയായും ഇവര് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ, മുഹമ്മദിന് ഇതൊരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തത് മാത്രമാണ്. മുഹമ്മദ് ഈ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഇതൊരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തതല്ലാതെ മറ്റൊന്നുമല്ല എന്നവര് പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി, ആരിലേക്കാണോ അവർ ഇതിലൂടെ ദുസ്സൂചന നൽകുന്നത് ആ വ്യക്തി, ഒരാളെ കുറിച്ചാണ് അവർ ഈ പറയുന്നത്. ഒരു ബശറാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഒരു മനുഷ്യനാ പഠിപ്പിച്ചു കൊടുത്തതെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ അവർ ഈ ദുസ്സൂചന നടത്തുന്നത് ആരിലേക്കാണ്? ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് ഇവര് ദുസ്സൂചന പറയുന്ന ആ വ്യക്തിയുണ്ടല്ലോ, അയാൾ ആരാ? അഅ്ജമി. എന്താ അഅ്ജമി എന്ന് പറഞ്ഞാൽ അനറബിയാണ്. അയാൾക്ക് അറബി ഒന്നും അറിയില്ല, അയാൾക്ക് അറബി ഭാഷ ഒന്നും അറിയില്ല. എന്നാലോ മുഹമ്മദ് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്ന ഈ ഖുർആനോ വഹാദാ അറബിയും മുബീൻ, ഇതാവട്ടെ സുവ്യക്തമായ അറബി ഭാഷയിലുമാണ്. ഈ വിശുദ്ധ ഖുർആൻ ശുദ്ധമായ നല്ല അറബി ഭാഷയിലാണ്. എന്നാൽ മുഹമ്മദ് ഒരാളിൽ നിന്ന് പഠിച്ചെടുത്തതാണ്, മുഹമ്മദിനൊരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഇവരാരോപിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? അയാള് അഅ്ജമിയുൻ, അയാള് അനറബിയാണ്. ഈ ആയത്ത് വിശദീകരിച്ച സൂറത്തുൻ നഹ്ലിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഇവര് ഇതിലൂടെ ഒരാളിലേക്കാണ് സൂചന പറയുന്നത്. ആ വ്യക്തി മക്കയിലുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത എന്തായിരുന്നു? അയാളൊരു കച്ചവടക്കാരനായിരുന്നു. സഫാ മലയുടെ സമീപത്ത് വെച്ച് ചില്ലറ കച്ചവടം നടത്തിയിരുന്ന ഒരാളായിരുന്നു. മാത്രല്ല ഫറുബ്ബമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്ലിസു ഇലൈഹി വയുകല്ലിമു ബഅദു ശൈഇ, ഇദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയത്തൊക്കെ പോയിട്ടിരിക്കും, അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും മറുപടി പറയാൻ പോലും കഴിയാറില്ല. കാരണം എന്താ? വദാക കാന അഅ്ജമിയുൽ ലിസാൻ ലാ യഅരിഫുൽ അറബിയ്യത ഔ അന്നഹു കാന യഅരിഫു ശൈഅൽ യസീർ ബിഖദ്രി മാ യറുദ്ദു ജവാബൽ ഖിതാബി ഫീമാ ലാ ബുദ്ദ മിൻഹു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദമായി പറയുന്നുണ്ട് അവിടെ. എന്താ പറയുന്നത് അറിയോ? ഇദ്ദേഹത്തിന് അറബി ശരിക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ആ പറഞ്ഞതിനൊരു കൃത്യമായ മറുപടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കാനുള്ള കഴിവേ ഉള്ളൂ. അല്ലാതെ ഒരു അറബിയിൽ ശരിക്കും ഇങ്ങോട്ട് മറുപടി പറയാൻ പോലും അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ആളിൽ നിന്ന് ഇത്രത്തോളം അറബി സാഹിത്യ സാമ്രാട്ടുകളെപ്പോലും ഞെട്ടിച്ച, ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച ഈ ഒരു വിശുദ്ധമായ ഗ്രന്ഥത്തിലെ വാചകങ്ങളൊക്കെ അറബി ശരിക്കൊന്ന് അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാൻ പോലും അറിയാത്ത ഒരാളിൽ നിന്നാണ് പഠിച്ചെടുത്തത് എന്ന് പറയുന്നതിനേക്കാൾ വമ്പിച്ച വിഡ്ഢിത്തം വേറെ എന്താ ഉള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി, ഇവരാരിലേക്കാണോ ദുസ്സൂചന നൽകുന്നത് അവന്റെ ഭാഷ അഅ്ജമിയുൻ അനറബിയാണ്. വഹാദാ അറബിയും മുബീൻ, ഇതാവട്ടെ സുവ്യക്തമായ അറബിയുമാണല്ലോ.
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്, ഫകൈഫ യതഅല്ലമു മൻ ജാഅ ബിഹാദൽ ഖുർആനി ഫീ ഫസാഹതിഹി വബലാഗതിഹി വമആനിഹി താമ്മത്തി ശാമില. ഇത്രത്തോളം അർത്ഥസമ്പുഷ്ടമായ, ഇത്രത്തോളം സാഹിത്യ സമ്പുഷ്ടമായ, ഇത്രത്തോളം സുവ്യക്തവും സ്പഷ്ടവുമായ ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം എങ്ങനെയാണ് അറബി ഭാഷ ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരാളിൽ നിന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചെടുക്കുന്നത്? ലാ യഖൂലു ഹാദാ മൻ ലഹു അദ്നാ മുസ്കത്തുൻ മിനൽ അഖ്ലീനാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അതിന്റെ വിശദീകരണം അവസാനിപ്പിച്ചത്. തലയിൽ അല്പെങ്കിലും ഒരു ബുദ്ധിയുടെ ഒരു ചെളുക്ക, ഒരല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് പറയൂല. നമുക്ക് ആലോചിച്ചാൽ അറിയില്ലേ, അറബി ശരിക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരാളിൽ നിന്ന് അത്ര ഈ ഖുർആൻ പോയിട്ട് പഠിച്ചുണ്ടാക്കിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഖുർആൻ? അവിടെയുണ്ടായിരുന്ന അറബി കവികളെ, അറബി ഗദ്യം പദ്യങ്ങളൊക്കെ രചിച്ച് ധാരാളക്കണക്കിന് അറബി സാഹിത്യത്തിൽ മത്സരങ്ങളെ ഉക്കാദു മിജന്ന ചന്തകളിൽ സംഘടിപ്പിച്ച് വമ്പിച്ച ഇനാമ് പ്രഖ്യാപിച്ച് അത്രത്തോളം അറബി ഭാഷയുടെ ഉന്നതമായ ശ്രേണിയിലെത്തിയിട്ടുള്ള സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചത്. ഇതുപോലെ ഒന്ന് കൊണ്ടുവരുന്നു, ഒരു സൂറത്ത് കൊണ്ടുവരുന്നു. അവർക്ക് കഴിഞ്ഞിട്ടില്ല, മുട്ടുമടക്കി പരിഹാസ്യമായി പിന്മാറി. എന്നിട്ട് അതേ ജനത പറയാണ് അറബി വായിക്കാനോ അല്ലെങ്കിൽ അറബി ശരിക്കൊന്നും അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പറയാൻ പോലും മറുപടി അറിയാൻ പോലും അത്യാവശ്യം വിവരമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഉസ്താദിന്റെ അടുക്കെന്നാണ് ഈ ഖുർആൻ പഠിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ എന്താ ഉള്ളത് എന്നാണ് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്. വേറെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? പിന്നെ പറഞ്ഞിരുന്ന എന്താണ്? തൗറാത്തൊക്കെ നന്നായിട്ട് അറിയാവുന്ന ചില ജൂത പുരോഹിതന്മാരിൽ നിന്ന് മുഹമ്മദ് ഇത് പഠിച്ചിട്ടുണ്ട് എന്നും ചിലർക്ക് വാദമുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. നളർ ഇബ്നു ഹർസ് പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു മുഹമ്മദിന് ഇത് വേറെ ആരുടെയൊക്കെ സഹായങ്ങളുണ്ട്, പൂർവീകരുടെ കെട്ടുകഥകളാണ് ഈ പറയുന്നതൊക്കെ. തൗറാത്തൊക്കെ അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ പകർത്തിയെടുത്ത് അതൊക്കെ എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ട്, അതൊക്കെ ആരൊക്കെയോ അങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും എന്നൊക്കെ പറഞ്ഞു. സഹോദരങ്ങളെ, ഒരിക്കൽ പോലും ആ നിലക്കുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവരാരും പഠിപ്പിച്ചിട്ടില്ല. അവരൊക്കെ കൂട്ടിയിട്ട് ഇവർക്ക് ഈ ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാമായിരുന്നില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇത് അന്ന് ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്കും അറിയാം അവർ ഈ പറയുന്നതൊക്കെ പച്ചക്കളവാണെന്ന്. അത് ആ കാലഘട്ടത്തിലെ ജനങ്ങളാണിത് പറഞ്ഞതെങ്കിൽ ഇന്നും വിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കൾ ഇതേ ആരോപണങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ദൈവീകമൊന്നുമല്ല, മുഹമ്മദിന് എവിടുന്നൊക്കെയോ ചില വെളിപാടുകൾ ഉണ്ടായതാണ്. വെളിപാട് എന്ന് പറഞ്ഞാൽ പൈശാചികമായിട്ട് എന്തോ ചില മാനസിക രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ എന്തൊക്കെയോ കേൾവികളാണ് എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റുകളുണ്ട്, ക്രൈസ്തവ പാതിരിമാരുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ പാതിരിമാരും ഓറിയന്റലിസ്റ്റുകളും ഒക്കെ ഇന്ന് കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? അന്നുണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾ പോലും പറയാത്ത ചില കാര്യങ്ങൾ. അറേബ്യയിലെ മുശ്രിക്കുകൾ പോലും ഇപ്പൊ പറഞ്ഞതെന്താണ്? മക്കത്തുനിന്ന് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് എന്നാണ്. അതേ അവസരത്തിൽ അവര് പോലും പറഞ്ഞില്ല എന്ത്? ഇന്നത്തെ ക്രൈസ്തവ പാതിരിമാര് വിശുദ്ധ ഖുർആൻ ദൈവീകമല്ല, മുഹമ്മദിന്റെ വകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ, വേറെ ആരൊക്കെയോ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇന്നത്തെ പല ക്രൈസ്തവ പാതിരിമാരും മിഷണറിമാരും ഒക്കെ ഇന്ന് പറയുന്നത് മുഹമ്മദിന്റെ മക്ക ജീവിത കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് പലവട്ടം ഷാമിലേക്കും സിറിയയിലേക്കും ഒക്കെ യാത്ര പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ യാത്ര പോയപ്പോ ആ യാത്രകൾക്കിടയിൽ പല ക്രൈസ്തവ പാതിരിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ കണ്ടുമുട്ടുകയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അവര് ചില കഥകളൊക്കെ മുഹമ്മദിന് ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഓർത്തെടുത്തിട്ട് പിന്നെ ഖുർആനാക്കിയിട്ട് മുഹമ്മദ് അവതരിപ്പിച്ചതാണ് എന്നാണ് ഇത്തരത്തിലുള്ള ചില കുബുദ്ധികൾ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇവരീ പറയുന്ന സിറിയയിലേക്ക്, ഏത് സിറിയയിൽ പോയാലും ക്രൈസ്തവ മിഷണറിമാർ രക്ഷപ്പെടൂല. കാരണം ഈ സിറിയ കഥകളൊക്കെ കൊണ്ടുവരാൻ എന്ത് ന്യായമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിലേക്ക് ഒറ്റക്കാ പോയത്? പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണപ്പെടുന്നത് തന്നെ എല്ലാ കുറ്റങ്ങളും തീർത്താൽ തന്നെ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മക്ക യാത്രയുടെ മക്ക ജീവിത കാലഘട്ടത്തിനിടക്ക് സിറിയയിലേക്ക് പോയിട്ടുള്ളത്. ഒറ്റക്ക് പോയതൊന്നുമല്ല, കച്ചവട ആവശ്യാർത്ഥമാണ് പോയിട്ടുള്ളത്. അതും വമ്പിച്ച സാർത്ഥവാഹക സംഘങ്ങൾ കൂടെയുണ്ട്, കച്ചവടക്കാരുണ്ട്, ആളുകളുണ്ട്.
ഒന്ന് 9 വയസ്സിന്റെയും 12 വയസ്സിന്റെയും ഇടക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് പോയി എന്ന് ചില ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നത്. അതിന്റെ തന്നെയും നിവേദക പരമ്പര പോലും സൂക്ഷ്മമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യയോഗ്യമായി തെളിയിക്കപ്പെട്ടതല്ല. എന്നാൽ തന്നെയും നമ്മൾ ചിന്തിക്കേണ്ട വശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സും 12 വയസ്സിന്റെ ഇടക്ക് കുട്ടിയായിരുന്ന കാലത്ത് പിതൃവ്യനായ അബൂ താലിബിന്റെ കൂടെ സിറിയയിലേക്ക് ഒരു കച്ചവട ആവശ്യാർത്ഥം സംഘത്തിൽ പോയിട്ടുണ്ട്. 9ഉം 10 വയസ്സിലായിരുന്ന ഒരു കുട്ടി സിറിയയിൽ പോയിട്ട് അവിടുത്തെ ബുഹൈറ എന്ന് പറയുന്ന പാതിരിയിൽ നിന്ന് ഈ പറയുന്ന വലിയ ഗ്രന്ഥത്തിലെ കഥകളൊക്കെ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് അവിടെയുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന കാഫറുകൾ പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, അവര് പോലും ഇത് പറഞ്ഞിട്ടില്ല. കാരണം അബൂ താലിബ് അതിന്റെ കൂട്ടത്തിലുണ്ട്, പല ആൾക്കാരും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. അവരാരെങ്കിലും പറഞ്ഞോ? മാത്രമല്ല ആലോചിച്ചു നോക്കൂ, രണ്ടാമത്തെ യാത്ര എന്ന് പറയപ്പെടുന്നത് എപ്പോഴാ? 25 വയസ്സാകുന്ന സമയത്ത്. അത് ഏതാവശ്യാർത്ഥമാണ് പോയത്? ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന വർത്തക പ്രമുഖയായ, മക്കയിലുണ്ടായിരുന്ന വമ്പിച്ച വ്യാപാരിയായിരുന്ന വർത്തക പ്രമുഖയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, അവരുടെ സമ്പത്തും കൊണ്ടാണ് അവര് പറഞ്ഞയച്ച ഒരു അടിമയുടെ കൂടെ, മൈസറ എന്ന് പേരുള്ള ഒരു അടിമയുടെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ സമ്പത്തുമായി കൊണ്ട് സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്നത്. അന്നുമുണ്ട് കൂടെ ധാരാളം ആളുകൾ. ആ കാലത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പാതിരിമാരിൽ നിന്ന്, ക്രൈസ്തവ അച്ഛന്മാരിൽ നിന്ന് പഠിച്ചെടുത്തതാണ് എന്നാണോ ദുരാരോപണം? എങ്കിൽ ആ യാത്രയൊക്കെ കഴിഞ്ഞു വന്നിട്ടും 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാത്തുക്കണോ? 25ാമത്തെ വയസ്സിൽ സിറിയൻ യാത്രയിൽ കിട്ടിയ പാഠങ്ങൾ, അല്ലെങ്കിൽ 9ഉം 12ഉം വയസ്സിനിടയ്ക്ക് സിറിയയിൽ പോയപ്പോൾ പാതിരി അച്ഛന്മാരിൽ നിന്ന് പഠിച്ചെടുത്ത വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ആശയങ്ങൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങളോളം മിണ്ടാതിരുന്നിട്ട് 40ാമത്തെ വയസ്സിലാണ് പുറത്തേക്ക് അങ്ങോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രഖ്യാപിച്ചതാ. അത് സംഭവിക്കോ? സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ ആരും ആ വർത്താനം അന്ന് പറയാതിരുന്നത്. ഇന്നിപ്പോ ക്രൈസ്തവ പാതിരിമാര്, മിഷണറിമാര് പല കളവുകളും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇത് പറയുന്നു എന്ന് മാത്രം തെളിയിക്കാനാവില്ല. മക്കയിലുണ്ടായിരുന്ന ജനങ്ങൾക്കത് തെളിയിക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ ഒന്നിച്ചാണ് യാത്ര ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നബിയുടെ കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാ അവരാരെങ്കിലും അറിയണ്ടേ ഇങ്ങനെ ഒരു അച്ഛനിൽ നിന്ന് മുഹമ്മദ് ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്? അവരാരും അത് പറഞ്ഞില്ലല്ലോ. അവരൊക്കെ പറയുന്നത് മക്കയിലുണ്ടായിരുന്ന ഒരാള്, അവിടെ ഉണ്ടായിരുന്ന ഒരു കച്ചവടക്കാരൻ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാള് എന്നൊക്കെയല്ലേ പറഞ്ഞുള്ളൂ. അപ്പോ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പോലും ഉന്നയിക്കാത്ത വാദങ്ങൾ പിൽക്കാലത്ത് ചില മിഷണറിമാർ ഇപ്പോ ഈ ഖുർആൻ ദൈവീകമല്ല, മുഹമ്മദിന് എവിടുന്നൊക്കെയോ യാത്രകൾക്കിടയിൽ ഒക്കെ സിറിയൻ യാത്രയും സിറിയയിൽ നിന്നൊക്കെ എവിടുന്നൊക്കെയോ പഠിച്ചെടുത്തതാണ്, ബൈബിളിൽ നിന്ന് പകർത്തിയെടുത്തതാണ്, ബൈബിളിലുള്ള കഥകൾ അപ്പടി കോപ്പി അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പൊ സമൂഹത്തിലേക്ക് ഇങ്ങനെ പുതിയതായിട്ട് അവതരിപ്പിച്ചതാണ് എന്നൊക്കെയാണ് പല മിഷണറിമാരും ഇസ്ലാം വിമർശകരായ ഓറിയന്റലിസ്റ്റുകളുമൊക്കെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം വാസ്തവ വിരുദ്ധമാണ്. കാരണം കേവല ജൽപ്പനങ്ങൾ മാത്രമാണ് അതൊക്കെ, ഒന്നിനും തെളിയിക്കാനാവില്ല. മാത്രമല്ല, ആലോചിച്ചു നോക്കൂ, ബൈബിളിൽ നിന്നും ഒക്കെ പകർത്തിയെടുത്തതാണ് ഈ ഖുർആനെങ്കിൽ ബൈബിളിൽ പറയുന്നതും ഖുർആനിൽ പറയുന്നതും ഒന്നല്ലേ ആവേണ്ടത്? ഏതാ ബൈബിളിൽ നിന്ന് പകർത്തിയത്? ഏകദൈവ വിശ്വാസമാണോ? എന്നാ പിന്നെ ബൈബിളിൽ ആ തൗഹീദ് കാണണ്ടേ? ബൈബിളിൽ പറയുന്നത് യേശു മകനാണെന്നല്ലേ? അതുപോലെ തന്നെ ത്രിയേകത്വ സിദ്ധാന്തമല്ലേ വിശ്വാസം? ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹ് മൂന്നിൽ മൂന്നാമനാണ് എന്നല്ലേ അവര് പറയുന്നത്? അതുപോലെ തന്നെ അൽ മസീഹു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ മോനാണെന്നല്ലേ പറയുന്നത്? എന്നാ പിന്നെ ഖുർആനിലും അതല്ലേ കാണേണ്ടത്? മറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹ് മൂന്നിൽ മൂന്നാമനാണ് എന്ന് പറയുന്ന ത്രിയേകത്വ സിദ്ധാന്തം കൊണ്ട് നടക്കുന്നവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. അവര് നിഷേധികളാണ്, അവര് കളവാണ് പറയുന്നത്. ഇതാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മറിച്ച് അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്? അതിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്? അതുപോലെ തന്നെ മാത്രമല്ല, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹ് തന്നെയാണ് അല്ലാഹ് എന്ന് അവര് പറഞ്ഞല്ലോ. ഇപ്പൊ സൂറത്തുൽ മാഇദ 72ാമത്തെ ആയത്തിലെ, സൂറത്തുൽ മാഇദ 73 ഒക്കെ ഇസ്ലാം അവരുടെ ഈ വിശ്വാസത്തെ തള്ളിക്കളയല്ലേ ചെയ്തത്. അപ്പൊ പിന്നെ ബൈബിളിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതന്നെയല്ലേ ഖുർആനിലും കാണേണ്ടത്? പക്ഷെ ഖുർആനിൽ അതല്ലല്ലോ കാണുന്നത്.
ഇനിയോ പ്രവാചകന്മാരൊക്കെ ഏത് പ്രവാചകന്മാരെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സത്യസന്ധരായിട്ടും തെറ്റുകൾ സംഭവിക്കാത്ത വിശുദ്ധരായിട്ടുമാണ്. എന്നാ ബൈബിളിലോ പല പ്രവാചകന്മാരെയും മോശക്കാരായിട്ടും തെറ്റുപറ്റിയവരായിട്ടുമല്ലേ കാണിക്കുന്നത്. അപ്പൊ ബൈബിൾ നിന്ന് പകർത്തിയതാണ് ഖുർആനെങ്കിൽ അങ്ങനെയല്ലേ ഖുർആനിലും വരേണ്ടത്. കാണുന്നുണ്ടോ? പിന്നെ എന്താ 5 നേരത്തെ നിസ്കാരാണോ ബൈബിൾ നിന്ന് പകർത്തിയത്? അത് അതിലുണ്ടോ? നോമ്പ് തോൽക്കണം റമദാനിൽ എന്നതാണോ പകർത്തിയത്? സക്കാത്തിന്റെ നിയമങ്ങളാണോ പകർത്തിയത്? ഹജ്ജിന്റെ നിയമങ്ങളാണോ പകർത്തിയത്? അനന്തരാവകാശ നിയമങ്ങളാണോ കോപ്പിയടിച്ചത്? തലാഖിന്റെയും വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും നിയമങ്ങളാണോ കോപ്പിയടിച്ചത്? ഏതാ കോപ്പിയടിച്ചത്? ഒന്നും കോപ്പിയടിച്ചിട്ടില്ല. ഇത് അള്ളാഹു അറിയിച്ചു കൊടുത്ത കിതാബാണ്, അള്ളാഹു വിവരിച്ചു കൊടുത്ത ഗ്രന്ഥാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ പ്രവാചകന്മാരെ കുറിച്ചുള്ള സംഭവങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്നത്? എന്താ? ഇപ്പൊ സൂറത്ത് യൂസുഫ് വിശാലമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന അധ്യായം തുടങ്ങുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ ഭാഗത്ത്? ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. അറബിയിലുള്ള ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചിരുന്നിരിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കാൻ. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും മെച്ചപ്പെട്ട കഥ ഇതാ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. നബിയെ, നിങ്ങൾക്ക് ഈ ഖുർആനിലൂടെ വഹീ തന്നതാ ഇതൊക്കെ. ഇതിന്റെ മുമ്പ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധനായിരുന്നു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ലായിരുന്നു. അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തത് എല്ലാം ഇതിൽ പറയുന്നത് മുഴുവനും അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഇതിൽ ഒരാളുടേതും ഒന്നും കടന്നുകൂടിയിട്ടില്ല. മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ബാത്തിലും ഇതിൽ ചേർന്നിട്ടില്ല. വിശുദ്ധ ഖുർആനാ പറയുന്നത്, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. മുന്നിലൂടെയോ പിന്നിലൂടെയോ ഇതിൽ ഒരു ബാത്തിലും കടന്നുകൂടിയിട്ടില്ല. ഹക്കീമും ഹമീദുമായ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായതാണ്. മനുഷ്യരുടെ കരങ്ങളാലോ മനുഷ്യർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഇതിലൊക്കെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയല്ലേ കാണുക ഖുർആനിൽ. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ചിന്തിക്കാൻ പറയുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, അവർ ഈ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? എന്താ ചിന്തിച്ചാൽ കാണാൻ കഴിയുക? ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും കാണാൻ കഴിയുന്നത് എന്താണ്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നാണ് ഈ ഗ്രന്ഥമെങ്കിൽ ലവജദൂ ഫീഹി, ആ ഗ്രന്ഥത്തിൽ അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഇഖ്തിലാഫൻ കസീറാ, ധാരാളം ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. എന്നാൽ സത്യസന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ ആദ്യാന്തം പരിശോധിക്കുന്ന ഒരാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം കാണാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? സാധിക്കില്ല. കാരണം ഇത് തികച്ചും അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമാണ്. ത്രികാലജ്ഞാനിയായ റബ്ബാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വാദങ്ങളൊക്കെ പൊളിയാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഫഖദ് ജാഉ ളുൽമൻ വസൂറ, അവര് വന്നിട്ടുള്ളത് എന്തും കൊണ്ടാണ്? അക്രമമാണ് ഈ വാക്ക്. വസൂറ, സൂർ എന്ന് പറഞ്ഞാൽ കളവാണ്. ഇതാരൊക്കെയോ പൂർവീകരായ ആളുകളുടെ കെട്ടുകഥകളാണെന്നല്ലേ പിന്നെ പറഞ്ഞത്. അത് ഇക്തതബഹ, കോപ്പിയടിച്ച് വെച്ചിരിക്കുകയാണ്, പകർത്തി എഴുതിച്ചിരിക്കുകയാണ്. എന്നിട്ടോ അതിങ്ങനെ രാവിലെയും വൈകുന്നേരവും മുഹമ്മദിന് ഇങ്ങനെ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അന്ന് അവര് പറഞ്ഞത്. ഒക്കെ മക്കയിലുണ്ടായിരുന്ന ആളുകളെ കുറിച്ചാ അവര് പറഞ്ഞത്. ഇന്നത്തെ മിഷണറിമാര് പറയണതോ സിറിയയിൽ പോയിട്ടാണ്. രണ്ടും കളവ. അള്ളാഹു പറയുന്നത് രണ്ടും കളവ. കുൽ, നബിയെ പറയും, പിന്നെന്താ വാസ്തവം? അൻസലഹു, അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അൻസല, ഇറക്കി, അവതരിപ്പിച്ചു. അല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള പരസ്യമായ കാര്യങ്ങൾ മാത്രമല്ല, സിർറ് എന്ന് പറഞ്ഞ രഹസ്യം, രഹസ്യങ്ങൾ പോലും അറിയുന്നവനായ അള്ളാഹുവാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആകാശഭൂമികളിൽ ആരുടെയും കയ്യിൽ ഇതിൽ പങ്കില്ല. ആർക്കും ഇതിൽ യാതൊരർത്ഥത്തിലുമില്ല പങ്കും നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയാണ്. അതുകൊണ്ട് ആരാ ഇത് ഇറക്കിയത്? അള്ളാഹുവാണ്.
ഇന്നഹു കാന ഗഫൂറർ റഹീമാ, നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചെയ്യുന്നവനാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവരെ തൗബ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ കുറിച്ചും എന്റെ വേദഗ്രന്ഥത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മടങ്ങാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മടങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ലാഹു തആല പുറത്തു തരും. എന്ത് തന്നെ പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു തരും. കാരണം അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവരെ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാത്ത പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളോട് പോലും അള്ളാഹ് പറഞ്ഞതെന്താണ്? അവർക്ക് അള്ളാഹിനോട് തൗബ ചെയ്തൂടെ, അവർക്ക് അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചൂടെ, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണല്ലോ എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ആലോചിച്ചു നോക്കണം. സത്യവിശ്വാസികളെ തീയിലിട്ട് കത്തിച്ചാമ്പലാക്കിയ അക്രമികളെ കുറിച്ച് പറഞ്ഞെടുത്ത് പോലും അള്ളാഹു തആല പറഞ്ഞതെന്താ? അവര് തൗബ ചെയ്തിട്ടില്ല, തൗബ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കഠിനകഠോരമായ ശിക്ഷ എന്നാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകമുണ്ട്. ഖാലൽ ഹസനുൽ ബസരി, ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഉൻളുറു ഇലാ ഹാദൽ കറമി വൽ ജൂദ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ഈ വചനം എത്രമാത്രം ഔദാര്യത്തിന്റെ ഒരു വചനമാണ്. എന്താ കാരണം? ഖതലു ഔലിയാഹു, ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ, പ്രവാചകന്മാരെയോ അതുപോലെ തന്നെ റബ്ബിന്റെ ഇഷ്ടഭാജനങ്ങളെ അവർ കൊന്നുകളഞ്ഞു. എന്നിട്ട് പോലും വഹുവ യദ്ഊഹും ഇല തൗബതി വറഹ്മ. കണ്ടോ, തീയിൽ ചുട്ടുകരിച്ച അത്തരത്തിൽ മുഅ്മിനീങ്ങളെ ചുട്ടുകരിച്ചവരോട് പോലും അല്ലാഹു തആല തൗബ ചെയ്തോളൂ എന്നാ പുറത്തു തരാന്നാ പറയുന്നത്. എത്രയാണ് അള്ളാഹുവിന്റെ കാരുണ്യം! ഇപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുമൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞവർക്കും മടങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന സൂചനയാണ് ഈ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നഹു കാന ഗഫൂറർ റഹീമ, നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, റഹീമ, അവൻ കരുണ ചെയ്യുന്നവനാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിരുത്തണം. ഈ മൂന്ന് വചനവും വിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികതയെ തള്ളിക്കളയാൻ വേണ്ടി അന്നുണ്ടായിരുന്ന അറേബ്യൻ ജനത ഉന്നയിച്ച കേവലം ചില ജൽപ്പനങ്ങൾ മാത്രമാണ്. അതിനൊന്നും ഒരു നിൽക്കക്കള്ളിയും ഇന്ന് വരെയും ഇല്ല. അതൊന്നും തെളിയിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. പിന്നീട് ഒരുപാട് ആളുകൾ പല കാലഘട്ടങ്ങളിലായി ഇത് ദൈവീകമല്ല, ഖുർആൻ ദൈവീകമല്ല, മുഹമ്മദിന് എവിടുന്നൊക്കെയോ കിട്ടിയതാണ്, ആരിൽ നിന്നൊക്കെയോ പഠിച്ചെടുത്തതാണെന്നൊക്കെ പറയാൻ ക്രൈസ്തവ മിഷണറിമാർ ശ്രമിച്ചതുപോലെ പലരും അന്നും ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തെളിവുകൾക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കേണ്ടി വരുന്നു. ഒന്നും സ്ഥാപിക്കാൻ കഴിയുന്നില്ല, കേവലം ജൽപ്പനങ്ങളും ദുരാരോപണങ്ങളുമല്ലാതെ. അതുകൊണ്ട് എല്ലാവരോടും, അത്തരത്തിൽ ഏത് ദുരാരോപണങ്ങൾ പറയുന്നവരോടും വിശുദ്ധ ഖുർആന് പറയാനുള്ളത്, ആ ദുരാരോപണങ്ങളും ജൽപ്പനങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് ഈ ഗ്രന്ഥത്തെ ശരിയാമണ്ണം ഒന്ന് സമീപിച്ച് ഒന്ന് ആത്മാർത്ഥമായിട്ട് നിഷ്പക്ഷമായിട്ടൊന്ന് പഠിച്ചു നോക്കൂ. ആ വെളിച്ചത്തിൻ്റെതായ കൃത്യമായ ഹിദായത്തിന്റെ വെളിച്ചം അത് വായനക്കാരിലേക്ക് പകർന്നു നൽകും, ആത്മാർത്ഥമായി ശ്രമിച്ചാലെന്നാണ്. വന്നുപോയ തെറ്റുകളിലും ഉയർത്തിവിട്ട ആരോപണങ്ങളിലുമൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു തആല പൊറുക്കും, അവൻ കാരുണ്യവാനാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ അല്ലാഹു തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തികച്ചും ദൈവീകമാണ്. അതിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾക്ക് പോലും അതിൽ പങ്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെവിടെ നിന്നെങ്കിലും കേട്ടതോ ആയ ഒരു വാചകങ്ങളും അതിലില്ല. എല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള വചനങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് കാലാതിവർത്തിയായി ലോകത്തെ മുഴുവനും അതിജയിച്ചു നിൽക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥത്തെ, സർവ നന്മകളിലേക്കും ദിശാബോധം നൽകുന്ന ഈ ഗ്രന്ഥത്തെ പഠിക്കാനും ആലോചിക്കാനും പകർത്താനും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ സത്യത്തിന്റെ വെളിച്ചത്തെ, ഇതിന്റെ സന്ദേശത്തെ ഇതരരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. തെറ്റിദ്ധരിച്ച ആയിരങ്ങളുണ്ട് ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊക്കെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ആത്മാർത്ഥമായി നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ പഠിക്കണം, അത് പഠിപ്പിക്കണം, അതിന്റെ സന്ദേശം കൈമാറണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ ശരിയാമണ്ണം പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തെ കൃത്യമായി തന്നെ അതിലൂടെ സംസ്കരിച്ചെടുക്കുവാനും മറ്റുള്ളവർക്ക് ഇതിന്റെ യഥാർത്ഥമായ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള സന്മനസ്സും സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി
നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. രാജ്യത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഈ വിപത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. സർവ്വരാജ്യങ്ങളിലും അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തുമാറാകട്ടെ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.